എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ആർ തുളസീധരൻ പിള്ള, റിട്ടയർഡ് ഫ്രം ഏജീസ് ഓഫീസ് ആഫ്റ്റർ മോർ ദാൻ 36 years ഓഫ് സർവീസ്. IMGയിലെയും CMATലെയും പോലീസ് ട്രെയിനിങ് കോളേജിലെയും കിലായിലെയും ഒക്കെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ DC ബുക്സ് വഴി എൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റത്തെക്കുറിച്ചുള്ള പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ആൾ ഇൻ വൺ ദി ക്വിക്ക് റെഫറൻസ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. പലരും അന്വേഷിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ പുസ്തകം DC ബുക്സിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ട്രിവാൻഡ്രത്ത് ഇവിടെ നീതി ലോ ബുക്സിലും ഒക്കെ അവൈലബിളാണ്. 8 വിഷയങ്ങൾ ഞാനതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് KSR ഒഴികെ ബാക്കിയെല്ലാം അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ബുക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ചില സുഹൃത്തുക്കൾ ഇതിനിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് 2-3 വീഡിയോസൊക്കെ കണ്ടിട്ട് അത് ബാക്കി വീഡിയോസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ആരായുകയുണ്ടായി. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതായത് എൻ്റെ ഈ വീഡിയോയുടെ താഴെ ചാനലിൻ്റെ പേരായിട്ടുള്ള റൂൾസ് ആർ ഗോഡ്സ് ദി സ്റ്റാഫ് ക്ലാസ് റൂം ഉണ്ട്. അവിടെ നിങ്ങൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാനലിലേക്ക് പോകാം. ആ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന മെനു ഉണ്ട്. ആ മെനുവിൽ നിങ്ങൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഈ സബ്ജക്റ്റ് വൈസായിട്ട് KSR, KFC, KTC, ബഡ്ജറ്റ് മാനുവൽ ഇതെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ KSR എടുത്താൽ ഇപ്പോൾ 30ഓളം വീഡിയോസ് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. ആൾമോസ്റ്റ് KSR തീർന്നു എന്ന് തന്നെ പറയാം. ഇനി ആകെ അവശേഷിക്കുന്നത് ട്രാൻസ്ഫർ ഒരു വീഡിയോ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് KSR മുഴുവൻ കൺസിക്യൂട്ടീവായിട്ട് അതിൽ കാണാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഓരോ സബ്ജക്റ്റും. അപ്പോൾ ഈ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുമ്പോൾ ബെൽ ബട്ടൺ തെളിയും. അതും നിങ്ങൾ ടച്ച് ചെയ്യുക. ആൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ വീഡിയോസും നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ കിട്ടിക്കൊണ്ട് ഇരിക്കും എന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. ഇനി നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്ന വിഷയമാണ്. ഇത് പലരും ആവശ്യപ്പെട്ടിരുന്നു, ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യണം. ഇതിവിടെ തീരുന്നില്ല. ഇതിൻ്റെ മേളിൽ 2-3 വീഡിയോസ് കൂടെ ചെയ്യേണ്ടി വരും. ഏതായാലും നമുക്കിന്ന് ആ വിഷയം പ്രത്യേകമായിട്ട് പഠിക്കാം. ഇത് ക്വസ്റ്റ്യൻ ആൻസർ രൂപേണയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ആർ അക്കൗണ്ട്സ് ഡിഫൈൻഡ് ഇൻ ദി ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്? ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിൽ അക്കൗണ്ട്സിനെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അക്കൗണ്ട്സ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഫാക്ട്സ് റിലേറ്റിംഗ് ടു മണി ഓർ തിങ്സ് ഹാവിങ് മണി വാല്യൂ. അത് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ മൂല്യത്തിന് തുല്യമായ സാധനങ്ങളുടെ ക്രയവിക്രയവും രേഖപ്പെടുത്തുന്നതാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ആർ ടേംഡ് ആസ് ട്രാൻസാക്ഷൻസ്. നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അക്കൗണ്ടിങ് റെക്കോർഡുകളായ ക്യാഷ് ബുക്ക്, ജേണൽ, ലെഡ്ജർ തുടങ്ങിയവയിൽ രേഖപ്പെടുത്തുന്ന വസ്തുതകളെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് the results of transactions under various heads of accounts are arranged in such a form so as to show the significance of each separate transaction is accounting. അപ്പോൾ ശരിയായിട്ട് ടെക്നിക്കലി സാങ്കേതികമായിട്ട് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് വിവക്ഷിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഓരോ ഹെഡ് ഓഫ് അക്കൗണ്ടിലൂടെയും നമ്മൾ പറഞ്ഞാണ് 8999 ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഉള്ളത്. അതിൽ ഓരോ ഹെഡ് ഓഫ് അക്കൗണ്ടിലൂടെയും നടന്ന ക്രയവിക്രയങ്ങളുടെ അന്തിമ ഫലപ്രാപ്തിയെ
അവയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന രീതിയിൽ ചിട്ടയായി രേഖപ്പെടുത്തുന്ന രീതിയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സിലൂടെയുള്ള ട്രാൻസാക്ഷൻസിനെ വെളിവാക്കുന്നതാണ് അക്കൗണ്ടിങ് എന്നർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ പ്രിപ്പയർസ് ദി ഇനിഷ്യൽ അക്കൗണ്ട്സ്? അതായത് ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ആരിലാണ് ആ ഡ്യൂട്ടി നിക്ഷിപ്തമായിരിക്കുന്നതെന്നാണ്. അതായത് ദി ഇനിഷ്യൽ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ബൈ ദി അതോറിറ്റീസ് ത്രൂ ഹൂം ദ ട്രാൻസാക്ഷൻസ് ഒക്കർ. ആരിലൂടെയാണ് എന്ന് പറഞ്ഞാൽ ഏത് ഓഫീസിലൂടെയാണോ ഇനിഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് ആ ഓഫീസാണ് ഇനിഷ്യൽ അക്കൗണ്ട്സ് തയ്യാറാക്കേണ്ടത് എന്നർത്ഥം. ആൻഡ് ദേ ആർ ട്രഷറീസ്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസസ്, പേ ആൻഡ് അക്കൗണ്ട്സ് ഓർഗനൈസേഷൻസ് എക്സെട്ര. അപ്പോൾ ഈ ഇനിഷ്യൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് ഇപ്പം നിങ്ങൾ ഓരോ മാസത്തെയും നിങ്ങളുടെ റെസീറ്റും പേയ്മെൻറ്റും അതിൻ്റെ ബില്ലും വൗച്ചറും ചലാനും എല്ലാം ട്രഷറിയിലുണ്ടെന്നറിയാം. അവർ ആ ഇനിഷ്യൽ അക്കൗണ്ട്സ് തയ്യാറാക്കി AGക്ക് അയച്ചു കൊടുക്കുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ട്രഷറിയാണ് ഇനിഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന മറ്റൊരു സ്ഥാപനം. അതുപോലെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസസ്, ഓരോ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതുപോലെ പേ ആൻഡ് അക്കൗണ്ട്സ് ഓർഗനൈസേഷൻ, സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പേ ആൻഡ് അക്കൗണ്ട്സ് ഓർഗനൈസേഷനും ഇനിഷ്യൽ അക്കൗണ്ട്സ് തയ്യാറാക്കാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസസ് എന്ന് പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, PWD തുടങ്ങിയ ചില ഓഫീസുകളുണ്ട്. അവരുടെ ഇനിഷ്യൽ അക്കൗണ്ട്സ് DAമാരായിരുന്നു തയ്യാറാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ പ്രാക്ടീസ് നിർത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ ഉദ്ദേശിച്ചാണെന്ന് കൂടി ഓർക്കണം. ദെൻ ഹൂ പ്രിപ്പയർസ് ദി അക്കൗണ്ട്സ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് ദാറ്റ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അക്കൗണ്ട്സ് ആരാണ് തയ്യാറാക്കുന്നതെന്നാണ് ചോദ്യം. ദി അക്കൗണ്ട്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ പ്രിപ്പയർഡ് ബൈ ദി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് ia&ad ആണ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞ അർത്ഥം സ്റ്റേറ്റിലെ പ്രിൻസിപ്പൽ അക്കൗണ്ടൻറ്റ് ജനറൽ ANT ആണ് അക്കൗണ്ട്സ് സ്റ്റേറ്റിൻ്റെ തയ്യാറാക്കുന്നത് എന്നർത്ഥം. ദെൻ ദി അക്കൗണ്ട്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഈസ് പ്രിപ്പയർഡ് ബൈ സെൻട്രൽ അക്കൗണ്ടിങ് ഓർഗനൈസേഷൻസ്. കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് സെൻട്രൽ അക്കൗണ്ടിങ് ഓർഗനൈസേഷനാണ്. അത് പാരാ 1(4) ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. ദെൻ ഹൂ പ്രിപ്പയർസ് ദി കമ്പൈൻഡ് ഫൈനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ്? അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് വാട്ട് ഈസ് കമ്പൈൻഡ് ഫൈനാൻസ് അക്കൗണ്ട്സ്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് കമ്പൈൻഡ് ഫൈനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ്. അതായത് രാജ്യത്തിൻ്റെ മുഴുവൻ അക്കൗണ്ട്സും അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് ആരാണ് തയ്യാറാക്കേണ്ടതെന്നാണ്. കമ്പൈൻഡ് ഫൈനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ബൈ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. c&agയിലാണ് ഈ ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത്. കമ്പൈൻഡ് ഫൈനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ്. ഇനി വാട്ട് ഡസ് ദി കമ്പൈൻഡ് ഫൈനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് ഡെപ്പിക്റ്റ് ഓർ മീൻ? എന്താണ് കമ്പൈൻഡ് ഫൈനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് ദ റിസൾട്ട്സ് ഓഫ് ടോട്ടൽ ഗവൺമെൻറ് ട്രാൻസാക്ഷൻസ് അറൈസിങ് ബോത്ത് ഇൻ ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ്. അതായത് ടോട്ടൽ ഗവൺമെൻറ് ട്രാൻസാക്ഷൻസ്, എല്ലാ ഗവൺമെൻറ്റുകളുടെയും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ആ ഗവൺമെൻറ്റുകളുടെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ട്രാൻസാക്ഷൻസും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഗവൺമെൻറ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന കൂട്ടത്തിൽ PNGയുടെ അക്കൗണ്ട്സ് വരുന്നുണ്ട്, ഡിഫൻസിൻ്റെ അക്കൗണ്ട്സ് വരുന്നുണ്ട്, റെയിൽവേയുടെ അക്കൗണ്ട്സ് വരുന്നുണ്ട്. ഇത് മുഴുവൻ ചേർത്ത് തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റിനെയാണ് കമ്പൈൻഡ് ഫൈനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ഓർക്കുക. ദെൻ ഫ്രം വെയർ ഹാസ് ദ വേർഡ് ഓഡിറ്റർ ഡിറൈവ്ഡ്? ഓഡിറ്റർ എന്ന് പറയുന്ന പദം എവിടെ നിന്ന് ഉത്ഭവിച്ചതെന്നാണ്. ഇത് ഒരിക്കൽ PSCയുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതാണെന്ന് ഓർക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഓഡിറേ, മീനിങ് ടു ഹിയർ. കേൾക്കുക എന്ന അർത്ഥം വരുന്ന ഓഡിറേ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഓഡിറ്റർ എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചതെന്ന് അറിയുക. ഇത് PSCക്ക് ഒരു തവണ ചോദിച്ച ചോദ്യമാണ്. ദെൻ വാട്ട് ഈസ് ഓഡിറ്റ്? ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിറ്റ് ഈസ് ആൻ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്
undertaken with a view to establishing whether they correctly and completely reflect the transactions to which they purport to relate. ഇപ്പോൾ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് റെക്കോർഡ്സ്, ഇപ്പോൾ ഇനിഷ്യൽ അക്കൗണ്ട്സ് ഉണ്ട്, ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഒരുപാട് രജിസ്റ്റേഴ്സും ഫയൽസും ഒക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ആ അക്കൗണ്ടിങ് റെക്കോർഡുകൾ കൃത്യമായി പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് പരിശോധിക്കുന്നത്? ടു എസ്റ്റാബ്ലിഷ് വെദർ ദേ ആർ കറക്റ്റ്ലി ആൻഡ് കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ദ ട്രാൻസാക്ഷൻസ്. അതായത് ആ സ്ഥാപനത്തിൽ നടന്ന എല്ലാ ക്രയവിക്രയങ്ങളും എല്ലാ കൊടുക്കൽ വാങ്ങലുകളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയാണോ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു യഥാർത്ഥമായ ചിത്രം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ, എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഇത് പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ടൂൾസ് വേറെയുണ്ട്, അത് നമ്മൾ ഇനി കാണുന്നതായിരിക്കും. ആൻഡ് വാട്ട് ഡസ് ഓഡിറ്റ് ഡീൽ വിത്ത്? ഓഡിറ്റ് എന്താണ് അത് പരിശോധന വിഷയമാക്കുന്നത്? ഓഡിറ്റ് സാറ്റിസ്ഫൈസ് വെദർ accounts exhibits a true and correct view of the state of affairs in accordance with the information and explanation given to audit as and when as shown by the books. അതായത് ബുക്കുകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന രേഖകളുമായി പരിശോധിക്കുമ്പോൾ അവിടെ നടന്ന എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും സത്യസന്ധമായ യഥാർത്ഥമായ ചിത്രം തന്നെയാണോ എന്ന് പരിശോധിക്കാനാണ് ഓഡിറ്റ് ലക്ഷ്യം വെക്കുന്നതെന്നർത്ഥം. ദെൻ ഓഡിറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഓഡിറ്റ് പ്രൈമറിലി എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിക്കുന്നത്. ഓഡിറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫൈനാൻഷ്യൽ കൺട്രോൾ. അതായത് സാമ്പത്തികമായ അച്ചടക്കം പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഓഡിറ്റ്. അതായത് സാമ്പത്തിക നിയന്ത്രണത്തിനാണ് ഓഡിറ്റ് നടക്കുന്നതെന്നർത്ഥം. ആൻഡ് ഓഡിറ്റ് സേഫ് ഗാർഡ്സ് അഗൻസ്റ്റ് എക്സ്ട്രാവഗൻസ, ദെൻ കെയർലെസ്നെസ് ഓർ ഫ്രോഡ്. ഈ കാര്യങ്ങളിലൊക്കെ ഒരു വാച്ച് ഡോഗിനെ പോലെയാണ് ഓഡിറ്റ് പ്രവർത്തിക്കുന്നതർത്ഥം. എക്സ്ട്രാവഗൻസ്, ഇപ്പോൾ എക്സ്ട്രാവഗൻ്റായിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ധൂർത്ത്, കെയർലെസ്നെസ് അശ്രദ്ധ, 3 ഫ്രോഡ് അഴിമതി അല്ലെങ്കിൽ വെട്ടിപ്പ്. ഈ കാര്യങ്ങൾക്കൊക്കെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു ഉപാധിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. ഓഡിറ്റ് എൻഷുവേഴ്സ് ദാറ്റ് എക്സ്പെൻഡിച്ചർ ഹാസ് ബീൻ ഇൻകേർഡ് വിത്ത് ഡാഷ്. അതായത് ഓഡിറ്റ് എന്തുറപ്പ് വരുത്തുമെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് എക്സ്പെൻഡിച്ചർ ഹാസ് ബീൻ ഇൻകേർഡ്, എങ്ങനെയാണ് ചെലവുകൾ ചെയ്തത്? അത് അതിൻ്റെ ആൻസർ വിത്ത് റെഗുലാരിറ്റി ആൻഡ് പ്രൊപ്രൈറ്റി. അതായത് ക്രമാനുസൃതമാണ് എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമാണ് ആ ചെലവ് ചെയ്തതെന്നർത്ഥം. അതാണ് റെഗുലാരിറ്റി. റെഗുലാരിറ്റി ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെയുണ്ട്. അതായത് സ്ക്രൂട്ടനൈസിങ് ദ റെക്കോർഡ്സ് വിത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനെയാണ് നമ്മൾ റെഗുലാരിറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് റെഗുലാരിറ്റി ഓഡിറ്റ്. അത് നമ്മളിനി കാണും. ദെൻ പ്രൊപ്രൈറ്റി ഓഡിറ്റ് ഉണ്ട്. അതായത് ഒരു ചെലവ് ചെയ്തത് നിയമാനുസൃതം ശരിയാവാം, പക്ഷേ അതിൻ്റെ പ്രൊപ്രൈറ്റി എന്ന് പറഞ്ഞാൽ ഔചിത്യം. ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു 20 കുട്ടികളുള്ളൊരു ക്ലാസ്സിലേക്ക് 40 കമ്പ്യൂട്ടർ വാങ്ങി എന്ന് പറയുന്നതിന് അത് എല്ലാം ടെൻഡർ വിളിച്ചും ശരിയായിട്ട് പേയ്മെൻറ്റ് നടത്തിയും ലോവസ്റ്റ് ടെൻഡർക്കും ഒക്കെ കൊടുത്തതാവാം. പക്ഷേ വാട്ട് അബൌട്ട് ദി പ്രൊപ്രൈറ്റി ഓഫ് സച്ച് എ പർച്ചേസ്? ഗവൺമെൻറ്റിൻ്റെ പണം വെറുതെ ധൂർത്തായിട്ട് കളയുന്നതിന് തുല്യമാണത്. കാരണം ആവശ്യത്തിനനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാവൂ. അപ്പോൾ ഔചിത്യ ബോധത്തോടു കൂടി വേണം ചെലവ് ചെയ്യാൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് c&ag ആണ് ശരിക്കും ആ പോയിൻ്റ് ഫോക്കസ് ചെയ്യുന്നതെന്നർത്ഥം. അപ്പോൾ ഒരു എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്ന എപ്പോഴും റെഗുലാരിറ്റിയോടുകൂടിയും പ്രൊപ്രൈറ്റിയോടുകൂടിയും ആവണം. എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമാകണം, അതുപോലെ ഔചിത്യത്തോടു കൂടിയാവണം. ദെൻ വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ഓഡിറ്റ്? ഇനി ഓഡിറ്റിനെ നിയന്ത്രിക്കുന്ന അടിസ്ഥാനമായിട്ടുള്ള തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ്. വൺ ഈസ്
ഇപ്പം നമ്മളൊരു ഫയൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആൻ ഓഡിറ്റർ ഷുഡ് ലുക്ക് ഇൻ ടു എന്ന് പറയുന്നത് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഓഫ് മണി. അതായത് ഫൈനാൻഷ്യൽ കോഡ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, if an amount is legally due on the part of a government, it should be paid on this spur of the moment എന്നാണ്, or at least on the day itself. ഗവൺമെൻറ് ഒരു പേയ്മെൻറ്റ് നടത്താനുണ്ടെങ്കിൽ അത് യാതൊരു ഡിലേയും കൂടാതെ നടത്തണമെന്ന് ഫൈനാൻഷ്യൽ കോഡിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒരു പേയ്മെൻറ്റ് അത് ഗവൺമെൻറ്റിൻ്റെ അന്തസ്സ് ഉയർത്തുന്ന അല്ലെങ്കിൽ ഓണസ്റ്റിയെ വെളിവാക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ആദ്യം നോക്കുന്നത് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഓഫ് മണി. ആ നൽകാനുള്ള പണം ഒരു വീഴ്ചയും ഒരു കാലവിളംബവും കൂടാതെ നടത്തിയെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് ഓഡിറ്റിൻ്റെ ആദ്യ ധർമ്മം. ആൻഡ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഓഫ് മണി ഇൻ ടു ട്രഷറി, അതുപോലെ ട്രഷറിയിലേക്ക് അടയ്ക്കാനുള്ള തുകയാണ്. അത് ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഒരു എമൗണ്ട് ഒരാളുടെ നിന്ന് റിസീവ് ചെയ്താൽ ഇറ്റ് ഷുഡ് ബി പ്രോംപ്റ്റ്ലി റെമിറ്റഡ് ഇൻ ടു ദ ട്രഷറി. അന്ന് തന്നെ ട്രഷറിയിൽ അടയ്ക്കണമെന്നാണ് ട്രഷറി കോഡിൽ, അല്ലെങ്കിൽ അടുത്ത ദിവസം അടയ്ക്കണമെന്നാണ് ഫൈനാൻഷ്യൽ കോഡിൽ പറയുന്നത്. ഒരു ഡിലേയും വരുത്താൻ പാടില്ല. മാക്സിമം ദാറ്റ് യു ക്യാൻ റീറ്റെയിൻ പബ്ലിക് മണി ഈസ് ഓൺലി ഫോർ എ വീക്ക് ആൻഡ് ബിയോണ്ട് ദാറ്റ് ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ് എന്ന് വരെ നിയമപരമായി കണക്കാക്കപ്പെടും. അപ്പോൾ ആദ്യം നോക്കുന്നത് പണം നമ്മൾ റിസീവ് ചെയ്ത് ഉടൻ അടച്ചിട്ടുണ്ടോ, ഗവൺമെൻറ് നൽകാനുള്ള പണം ഉടൻ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ, ഈ രണ്ട് കാര്യങ്ങളാണ്. ഓൾസോ സ്ട്രിക്റ്റ് ഫോളോ അപ്പ് ഓഫ് അരിയേഴ്സ്. അത് അരിയേഴ്സൊക്കെ നൽകാനുണ്ടെങ്കിൽ അത് കൃത്യമായി വർക്കൗട്ട് ചെയ്യുകയും ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ദെൻ ആൻഡ് ദെയർ ആൻഡ് ഇറ്റ് ഷുഡ് ബി റിസീവ്ഡ് ബൈ ഗവൺമെൻറ് ഓൾസോ ദെൻ ആൻഡ് ദെയർ. ഗവൺമെൻറ്റിന് കിട്ടാനുള്ളതായാലും കൊടുക്കാനുള്ളതായാലും വളരെ പ്രോംപ്റ്റായിട്ട് വേണം ഈ ട്രാൻസാക്ഷൻസൊക്കെ നടത്താൻ. ദെൻ ആക്യുറേറ്റ് അക്കൗണ്ട്സ് പോർട്രേയിങ് ദ ഫാക്ട്സ്. അതായത് ഈ ട്രാൻസാക്ഷൻസിൻ്റെയൊക്കെ യഥാർത്ഥ വസ്തുത വെളിവാക്കുന്ന രീതിയിൽ കൃത്യമായ കണക്കുകൾ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നാണ് പിന്നെ നോക്കുന്നത്. ദെൻ ദ വാല്യൂ ഓഫ് ചെക്കിംഗ് ദി അക്കൗണ്ട്സ് ആൻഡ് ഓഫ് ലോക്കൽ ഇൻസ്പെക്ഷൻസ്, പീരിയോഡിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആൻഡ് ദ ചെക്ക് ഓഫ് സ്റ്റോക്ക് വിത്ത് ദി അക്കൗണ്ട്സ് ആർ ദി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ്. അതുപോലെ അക്കൗണ്ട്സിൻ്റെ കറക്റ്റ്നെസ് വെരിഫൈ ചെയ്യുക, ദ ബോണഫൈഡ്സ് ഓഫ് ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻ, അത് ഉറപ്പുവരുത്തണം. അതുകൊണ്ടാണ് ക്യാഷ് ബുക്ക് എടുക്കുമ്പോൾ ഓരോ ട്രാൻസാക്ഷനും അറ്റസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ സ്റ്റോക്ക് ആയിട്ട് ബന്ധപ്പെട്ട് ആ സ്റ്റോക്ക് അക്കൗണ്ടൊക്കെ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടോ, ലോസ് ഉണ്ടോ, ഈ കാര്യങ്ങളുമെല്ലാം നോക്കണം എന്നുള്ളതാണ് അടിസ്ഥാനമായ ഓഡിറ്റിൻ്റെ ധർമ്മം. ദെൻ ഹൗ ഈസ് ദി independence and freedom of Comptroller and Auditor General safeguarded by the Constitution of India? You know that Comptroller and Auditor General of India is an independent constitutional authority. ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അദ്ദേഹത്തിൻ്റെ ആ സ്വതന്ത്ര നിലപാടുകളെ എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് c&agയുടെ ഡ്യൂട്ടീസ് പവേഴ്സും അദ്ദേഹത്തിൻ്റെ എല്ലാ വിവരങ്ങളും ആർട്ടിക്കിൾ 148 to 151 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അത് ഭരണഘടന വഴി ഉറപ്പുവരുത്തിയിട്ടുള്ള അധികാരങ്ങളാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അതിൽ ആർട്ടിക്കിൾ 148 പ്രൊവൈഡ്സ് ഫോർ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് c&ag by the President of India by warrant under his hand and seal, and also for the removal of c&ag in the like manner on the like ground as a judge of the Supreme Court. അതായത് ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയുടെ അനുച്ഛേദം 148 അനുസരിച്ചാണ് c&agയെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ തന്നെ അങ്ങനെയും ചോദിക്കാവുന്നതാണ്. പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് അണ്ടർ ഹിസ് വാറണ്ട്, അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ. അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നമായ സീലോടും കയ്യൊപ്പോടും കൂടിയാണ് ഈ c&ag അപ്പോയിൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് ഏതെങ്കിലും കുറ്റത്തിന് റിമൂവ് ചെയ്യേണ്ടി വന്നാലും എടുക്കേണ്ട നടപടിയെന്നർത്ഥം. അതായത് ഒരു ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ടിനെ എങ്ങനെയാണോ ഇക്കാര്യങ്ങളിൽ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് c&ag. ദി പേ ആൻഡ് അലവൻസസ് ഓഫ് c&ag ആൻഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഓഫ് ഹിസ് പേഴ്സണൽ ഓഫീസ് ഷാൽ ബി ചാർജ്ഡ് അപ്പോൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇതും വളരെ പ്രധാനമാണ്. c&agയുടെ ശമ്പളം, അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും ഇറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട്. അത് നമ്മൾ ബഡ്ജറ്റ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്,
ചാർജ്ഡ് ഓൺ എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടഡ് ഐറ്റം അല്ല. പാർലമെൻറ്റിൽ വോട്ടിനിട്ട് പാസ്സാക്കി ബഡ്ജറ്റ് പാസ്സാക്കി നൽകേണ്ട ഒരു തുകയല്ല. അല്ലാതെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർക്കും c&agക്കും അതുപോലുള്ള ഹയസ്റ്റ് അതോറിറ്റീസിന് എൻ്റെ സാലറിയും അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചറൊക്കെ ഇറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദി കൺസോളിഡേറ്റഡ് ഫണ്ട്. അടുത്തത് ഇപ്പം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇറ്റ് ഈസ് ഹിസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് ചാർജ്ഡ് ഓൺ ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ്. അതിന് ഒരു മാനം കൂടിയുണ്ട്. അതായത് ഇത് വോട്ടിനിട്ട് പാസ്സാക്കുമ്പോൾ അദ്ദേഹത്തിന് പാർലമെൻറ്റിനോടോ പാർലമെൻറ്റ് മെമ്പേഴ്സിനോടോ അറിഞ്ഞോ അറിയാതെ ഒരു വിധേയത്വം വരാൻ പാടില്ല. കാരണം ഹീസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി. ആ അർത്ഥത്തിലാണ് സുപ്രീം കോടതി ജഡ്ജസും ഹൈക്കോടതി ജഡ്ജസിൻ്റെയും ജുഡീഷ്യറിയുടെ ഹയസ്റ്റ് ഓഫീസേഴ്സിൻ്റെയും c&agയുടെ ഒക്കെ സാലറി ഇങ്ങനെ ചാർജ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങളെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. ഫ്രം വെയർ ഡസ് ദി c&ag ഡിറൈവ് ഹിസ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ്? c&agയിൽ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഡ്യൂട്ടീസും പവേഴ്സും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കടമകളും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളും നിർവചിച്ചിരിക്കുന്ന ഒരു ആക്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ c&ag's ഡ്യൂട്ടീസ് പവേഴ്സ് ആൻഡ് കണ്ടീഷൻസ്, അതായത് DPC ആക്ട് 1971 എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ അക്കൗണ്ട് കോഡ് പുസ്തകത്തിൽ 1936 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ശരിയല്ല. c&agയുടെ DPC ആക്ട് 1971 വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സൊക്കെ ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്നർത്ഥം. അപ്പോൾ c&ag അധികാരം, അദ്ദേഹത്തിന് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, എന്തൊക്കെ അദ്ദേഹത്തിന് അധികാരങ്ങളുണ്ടെന്ന് നിർവചിച്ചിരിക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽസ് ഡ്യൂട്ടീസ് പവേഴ്സ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് 1971 അനുസരിച്ചാണ്. അത് ആർട്ടിക്കിൾ 149 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. ദെൻ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് ഓഫ് യൂണിയൻ ഗവൺമെൻറ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സ് തയ്യാറാക്കാൻ ഉള്ള ഉത്തരവാദിത്വം ആരിൽ നിക്ഷിപ്തമാണ്? അതായത് ഇൻ ജൂൺ 1978 ദ c&ag വാസ് റിലീവ്ഡ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പ്രിപ്പറേഷൻ ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് ദി യൂണിയൻ ഗവൺമെൻറ് ഫ്രം 1977-78 onwards, and the responsibility was entrusted to the Comptroller General of Accounts, CGA, Ministry of Finance. അതായത് 1978 ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഒരു വലിയ ചേഞ്ച് വരുത്തിയിരുന്നു. അതനുസരിച്ചിട്ട് അന്ന് വരെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് c&ag ആയിരുന്നു. പക്ഷേ ആ ഉത്തരവാദിത്വം ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ്. മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൻ്റെ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൻ്റെ താഴെ വരുന്ന ആ വകുപ്പിൻ്റെ താഴെ വരുന്ന CGA ആണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. അത് തമ്മിൽ തെറ്റിപ്പോകരുത്. c&agയും ഇത് CGA ആണ്. ഇത് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആണ്. അദ്ദേഹമാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. കൃത്യമായി ഇത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18. ഹൂ പ്രിസ്ക്രൈബ്സ് ദ ഫോം ഇൻ വിച്ച് ദി അക്കൗണ്ട്സ് ഓഫ് ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആർ കെപ്റ്റ്? ഇപ്പോൾ നമ്മൾ ഹെഡ് ഓഫ് അക്കൗണ്ടൊക്കെ പറഞ്ഞാണ് എത്ര ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ട്, എത്ര ടയർ ക്ലാസിഫിക്കേഷനാണ്, ഇതൊക്കെ എവിടെ പറഞ്ഞിരിക്കുന്നു, ആരാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ധാരാളം പേരിൽ ഇന്നും സംശയം നിലനിൽക്കുന്നുണ്ട്. നോബഡി ഈസ് ഷുവർ അബൌട്ട് ഇറ്റ്. അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ആൻസറാണ്, അതായത് ഈ ഫോം നിശ്ചയിക്കുന്നത് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് c&ag ആണ്. അതുകൊണ്ട് തന്നെ അത് ഏത് ഫോമിലാണ് അക്കൗണ്ട്സ് തയ്യാറാക്കേണ്ടതെന്ന് നിർണ്ണയിക്കാനുള്ള അധികാരവും c&agക്കാണ്. സോ ഹീ ഈസ് ദി അൾട്ടിമേറ്റ് അതോറിറ്റി. പക്ഷേ അദ്ദേഹം അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നെങ്കിലും അതിന് സാങ്ഷൻ കൊടുക്കുന്നത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ്. അതാണ് അണ്ടർ ആർട്ടിക്കിൾ 150 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ദി അക്കൗണ്ട്സ് ഓഫ് ദി യൂണിയൻ ആൻഡ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഷാൽ ബി കെപ്റ്റ് ഇൻ സച്ച് എ ഫോം ആസ് ദ പ്രസിഡൻറ്റ് മേ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് c&ag പ്രിസ്ക്രൈബ്. പ്രസിഡൻറ്റ് c&agയുമായി ചർച്ച ചെയ്ത് തീരുമാനം എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ c&agയുടെ ഉപദേശം അനുസരിച്ച് ഉള്ള ഫോമിൽ ആണ് തയ്യാറാക്കേണ്ടത്. പക്ഷേ അതിന് ആത്യന്തികമായിട്ടുള്ള അനുവാദം കൊടുക്കുന്നത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ്. അടുത്തത്, വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് c&ag ഇൻ അക്കോർഡൻസ് വിത്ത് ആർട്ടിക്കിൾ 276 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ?
നമ്മുടെ ഭരണഘടനയുടെ 276 അനുച്ഛേദം അനുസരിച്ച് C&AGയുടെ ഡ്യൂട്ടി എന്താണെന്നാണ്. C&AG ഈസ് ടു സർട്ടിഫൈ that a net proceeds of taxes levied and collected by the union but assigned to the states. അതായത് ഈ ടാക്സ് കളക്ഷൻ ഇപ്പോൾ GST ഒക്കെ വന്നപ്പോൾ നിങ്ങൾക്കറിയാം, SGST ഉണ്ട്, CGST ഉണ്ട്, IGST ഉണ്ട്, ഇങ്ങനെ പലതരത്തിൽ. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് പിരിക്കുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് പിരിക്കുന്നുണ്ട്, കോമൺ ആയിട്ട് പിരിക്കുന്നുണ്ട്, അതുപോലെ ടാക്സസും ഒക്കെ അങ്ങനെ പിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സസ്, ഇങ്ങനെ പിരിക്കുന്ന ടാക്സസിൻ്റെ നെറ്റ് പ്രൊസീഡ്സ് കളക്റ്റഡ് ബൈ ദി യൂണിയൻ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നത്, ബട്ട് അസൈൻ ടു ദ സ്റ്റേറ്റ്സ്. പക്ഷെ അത് പൂർണ്ണമായിട്ടും സ്റ്റേറ്റിന് നൽകുന്ന ഒരു ഗ്രൂപ്പ് ടാക്സസ് ഉണ്ട്. അതുപോലെ ടാക്സസ് ലെവീഡ് ആൻഡ് കളക്റ്റഡ് ബൈ ദി യൂണിയൻ ബട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. അതുപോലെ മറ്റൊരു തരം ടാക്സ് സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നത് യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അത് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത് ടാക്സസ് വിച്ച് ആർ ലെവീഡ് ആൻഡ് കളക്റ്റഡ് ബൈ ദി യൂണിയൻ ബട്ട് ഓതറൈസ്ഡ് ബൈ ദ പാർലമെൻറ്റ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. അതുപോലെ ചില ടാക്സുകൾ ലെവീഡ് ആൻഡ് കളക്റ്റഡ് ബൈ ദ യൂണിയൻ, അത് യൂണിയൻ ഗവൺമെൻറ്റാണ് ആ ടാക്സ് ഏർപ്പെടുത്തുന്നതും കളക്ട് ചെയ്യുന്നതും, ബട്ട് ഓതറൈസ്ഡ് ബൈ പാർലമെൻറ്റ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ. അങ്ങനെയുള്ളതൊക്കെ സ്റ്റേറ്റിനും യൂണിയനും ഷെയർ ചെയ്യണമെന്ന് പാർലമെൻറ്റ് തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിവിധ തരത്തിലുള്ള ട്രാൻസാക്ഷൻസൊക്കെ അതിൻ്റെ ബോണഫൈഡ്സ്, സത്യസന്ധതയൊക്കെ ഓഡിറ്റ് ചെയ്ത് അത് കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്ത് സർട്ടിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഭരണഘടനയുടെ 276 അനുച്ഛേദം അനുസരിച്ച് C&AGയിൽ നിക്ഷിപ്തമാണ് എന്നർത്ഥം. അതായത് ടാക്സ് ഡിസ്ട്രിബ്യൂഷനാണ്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ വിഹിതം കിട്ടിയില്ല, കേരളത്തിൻ്റെ വിഹിതം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതികളൊക്കെ കേട്ടിട്ടില്ലേ? അത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ദെൻ വാട്ട് ഡസ് എ നെറ്റ് പ്രൊസീഡ്സ് മീൻ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സസ് എന്നാണ്. എന്തുകൊണ്ടാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, നെറ്റ് പ്രൊസീഡ്സ് ഇൻ റിലേഷൻ ടു എനി ടാക്സ് ഓർ ഡ്യൂട്ടി മീൻസ് ദ ടോട്ടൽ പ്രൊസീഡ്സ് റെഡ്യൂസ്ഡ് ബൈ ദി കോസ്റ്റ് ഓഫ് കളക്ഷൻ. അതായത് ടാക്സ് പിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ വേണ്ടി വരും. ആ ചിലവൊഴിച്ച് ബാക്കി കിട്ടുന്നതിനെയാണ് നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. Then from where does the C&AG derive his duty to submit his audit reports on the accounts of the union, state governments or union territory having legislative assembly? അതായത് ഈ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ, ഓഡിറ്റ് ചെയ്തതിൻ്റെ ആത്യന്തികമായിട്ടുള്ള റിസൾട്ടാണ് C&AGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. മേജർ ഇറഗുലാരിറ്റീസ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ട്, C&AG's ഓഡിറ്റ് റിപ്പോർട്ട്. അത് എവിടെ നിന്നാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കി പാർലമെൻറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലിയിൽ അല്ലെങ്കിൽ പ്രസിഡൻറ്റിന് അല്ലെങ്കിൽ ഗവർണർക്കൊക്കെ സമർപ്പിക്കണം എന്ന് പറയുന്ന അധികാരം അദ്ദേഹത്തിന് അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് ഏത് അനുച്ഛേദം അനുസരിച്ചെന്നാണ്? അത് ആർട്ടിക്കിൾ 151 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 151 വകുപ്പ് അനുസരിച്ച് C&AGയുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ പ്രസിഡൻറ്റിന് നൽകണം, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഗവർണർക്ക് നൽകണം, അല്ലെങ്കിൽ അത് പാർലമെൻറ്റിൽ വയ്ക്കണം, സമർപ്പിക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ വയ്ക്കണം എന്നൊക്കെ പറയുന്നത് ഈ ആർട്ടിക്കിൾ 151 അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. വാട്ട് ഈസ് ദി 3-fold പ്രോസസ് ഓഫ് കൺട്രോൾ ഓവർ ദി ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ എ പാർലമെൻ്ററി സെറ്റപ്പ്? അതായത് ഒരു നിയമനിർമ്മാണ സഭയുടെ പരിധിക്കുള്ളിൽ 3 തരം കൺട്രോളാണ്, നിയന്ത്രണങ്ങളാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണെന്നാണ് ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഒന്ന് ലെജിസ്ലേറ്റീവ് കൺട്രോളാണ്, അതായത് നിയമനിർമ്മാണ സഭയുടെ നിയന്ത്രണം. 2 അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളാണ്, അതായത് അത് ഭരണപരമായ നിയന്ത്രണമാണ്. 3 അതായത് എക്സിക്യൂട്ടീവിൻ്റെ നിയന്ത്രണമാണെന്നർത്ഥം. 3 ഓഡിറ്റ് കൺട്രോളാണ്, അത് C&AGയുടെ ഓഡിറ്റ് വഴിയുള്ള നിയന്ത്രണമാണ്. ഈ 3 തരം നിയന്ത്രണങ്ങളാണ് സാമ്പത്തിക കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്: ലെജിസ്ലേറ്റീവ് കൺട്രോൾ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആൻഡ് ഓഡിറ്റ് കൺട്രോൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 stages through which the legislative control over finances is exercised? 2 തലങ്ങളിലായിട്ടാണ് നിയമസഭയുടെ നിയന്ത്രണം പ്രാവർത്തികമാക്കിയിരിക്കുന്നതെന്ന് അറിയുക. അത് ഏതൊക്കെയാണെന്നാണ്. ഒന്ന്, അറ്റ് ദി ടൈം ഓഫ് പോളിസി മേക്കിംഗ്,
ദാറ്റ് ഈസ് അറ്റ് ദി ടൈം ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് എ ബഡ്ജറ്റ്. അതായത് ഗവൺമെൻറ്റിലാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പോളിസി നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം. പോളിസി മേക്കിംഗ് ആണ് നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ രീതിയിലുള്ള നിയന്ത്രണം. 2, കൺട്രോൾ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസി. ആ പോളിസി, ഗവൺമെൻറ് പോളിസി എങ്ങനെയാണ് അത് നിയന്ത്രിച്ച് നടപ്പാക്കേണ്ടതെന്നാണ്. ഇങ്ങനെ 2 ഫോൾഡ് ഫങ്ഷൻസ് കൂടി ആ ലെജിസ്ലേറ്റീവ് കൺട്രോളിൽ വരുന്നുണ്ടെന്ന് അറിയുക. ആൻഡ് ത്രൂ പാർലമെൻ്ററി പ്രൊസീജിയേഴ്സ് ആൻഡ് കമ്മിറ്റീസ്. ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നത് നിയമപരമായിട്ടുള്ള നടപടികളിലൂടെയും കമ്മിറ്റികളെ പ്രത്യേകമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുമൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ദെൻ ടു ഹൂം ഈസ് ദി അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ടബിൾ ഫോർ കളക്ടിങ് മണീസ് ഓതറൈസ്ഡ് ബൈ ലെജിസ്ലേച്ചർ ആൻഡ് യൂട്ടിലൈസിങ് ദം. അതായത് ആരോടാണ് ഈ അഡ്മിനിസ്ട്രേഷൻ മീൻസ് ഭരണ നിർവഹണ അധികാരിയാണ്. ആ ഭരണനിർവഹണ അധികാരി ആരോടാണ് കണക്ക് പറയേണ്ടതെന്നാണ്. അതായത് പിന്നെ ലെജിസ്ലേച്ചർ ഓതറൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ള പണത്തിൻ്റെ ക്രയവിക്രയങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് ആരോടാണ് എന്ന് പറഞ്ഞാൽ ആരോടാണ് കണക്ക് പറയേണ്ടതെന്നാണ്. അത് ടു ദ ലെജിസ്ലേച്ചർ. അതുപോലെ അക്കൗണ്ടബിലിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചർ ഓഫ് ഡെമോക്രസി. അതായത് ഭരണനിർവഹണ അധികാരിക്ക് ലെജിസ്ലേച്ചറിനോടുള്ള ഈ ഉത്തരവാദിത്വമാണ് ശരിക്കും ഡെമോക്രസിയുടെ അടിസ്ഥാന ശില തന്നെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 25. വാട്ട് ആർ ദ 3 എലിമെൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ് ഓഡിറ്റ്? സ്റ്റേറ്റ് ഓഡിറ്റിൻ്റെ 3 ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ്. 1, ഫിസ്ക്കൽ അക്കൗണ്ടബിലിറ്റി ഇൻക്ലൂഡിങ് ഫിസ്ക്കൽ ഇൻറ്റഗ്രിറ്റി. ദെൻ ഫുൾ ഡിസ്ക്ലോഷർ ആൻഡ് കംപ്ലൈൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് ഫിസ്ക്കൽ അക്കൗണ്ടബിലിറ്റിയാണ്. ഫിസ്ക്കൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ റവന്യൂ അക്കൗണ്ടബിലിറ്റിയാണ്. അതായത് പണവുമായിട്ടുള്ള ആ വിശ്വസ്തത എങ്ങനെ കാത്തു സൂക്ഷിക്കണം. ദെൻ മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി, അത് എങ്ങനെയാണ് അത് നിർവഹിക്കപ്പെട്ടത്, അതിൻ്റെ മാനേജ്മെൻറ്റ് എത്ര സുതാര്യമായിരുന്നു. കൺസേൺഡ് വിത്ത് എഫിഷ്യൻസി ആൻഡ് ഇക്കോണമി ഇൻ ദ യൂസ് ഓഫ് പബ്ലിക് ഫണ്ട്സ്, പ്രോപ്പർട്ടി, പേഴ്സണൽ ആൻഡ് അതർ റിസോഴ്സസ്. അതായത് പബ്ലിക് ഫണ്ട് അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പേഴ്സണൽ ആൻഡ് അതർ റിസോഴ്സസ്, ഇതുപോലെയുള്ള വിഭവ സമാഹരണങ്ങളൊക്കെ എങ്ങനെയാണത് കൃത്യമായി മാനേജ് ചെയ്തത്, അതാണ് മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ പ്രോഗ്രാം അക്കൗണ്ടബിലിറ്റി മീൻസ് കൺസേൺഡ് വിത്ത് ദി അച്ചീവിങ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് പ്രോഗ്രാംസ്. ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെ എങ്ങനെ കാര്യക്ഷമമായി സക്സസ്ഫുള്ളായിട്ട് അത് പ്രാവർത്തികമാക്കാം എന്നുറപ്പ് വരുത്തുന്നതാണ് പ്രോഗ്രാം അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഈ 3 ഘടകങ്ങളാണ്. ഒന്ന് ഫിസ്ക്കൽ അക്കൗണ്ടബിലിറ്റി, മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്രോഗ്രാം അക്കൗണ്ടബിലിറ്റി ആർ ദ 3 എലിമെൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ് ഓഡിറ്റ്. ഈ 3 ഘടകങ്ങളും അതിൽ പരിശോധിക്കപ്പെടുന്നതാണെന്ന് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 26. പക്ഷേ അത് വായിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളൊരു കാര്യം ഓർപ്പിക്കുന്നു. അതായത് C&AGയുടെ DPC ആക്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ അക്കൗണ്ട് കോഡിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നിങ്ങൾക്കത് കാണാവുന്നതാണെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. The question is, without audit no accountability and without accountability no dash. അത് മിസ്റ്റർ E.L. നോർമാൻറ്റൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു സേയിങ് ആണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വിത്തൗട്ട് ഓഡിറ്റ് നോ അക്കൗണ്ടബിലിറ്റി. അതായത് ഓഡിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നില്ല. അതുപോലെ വിത്തൗട്ട് അക്കൗണ്ടബിലിറ്റി, അങ്ങനെ ഒരു ഉത്തരവാദിത്വ നിർവഹണം നടക്കുന്നില്ല എങ്കിൽ നോ കൺട്രോൾ, അതായത് ഒരു നിയന്ത്രണവും ഇല്ല എന്നർത്ഥം. ഗവൺമെൻറ്റിൻ്റെ ചെലവുകളിലൊന്നും നിയന്ത്രണമില്ല എന്ന് പറഞ്ഞ അർത്ഥം ഇറ്റ് ഈസ് ഓഡിറ്റ് വിച്ച് മേക്സ് ദി ഗവൺമെൻറ് അക്കൗണ്ട്സ് അക്കൗണ്ടബിൾ ആസ് വെൽ ആസ് ട്രാൻസ്പെറൻറ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 27. ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ വെസ്റ്റ് ഇൻ ഡാഷ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവറിൽ ആരിലാണ് നിക്ഷിപ്തം? യു നോ ഇറ്റ് ഈസ് പ്രസിഡൻറ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദി സ്റ്റേറ്റ് വെസ്റ്റ് വിത്ത് ദി ഗവർണർ. The executive power of the union extends to matters with respect to which dash has power to make laws and that of the state dash. അതായത് എക്സിക്യൂട്ടീവ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ്
ആരിലാണ്, ഏത് സഭയിലാണ് നിക്ഷിപ്തമായിട്ടുള്ളതെന്നാണ്. അത് പാർലമെൻറ്റിലാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ്. അവരിലാണ് ആ ഉത്തരവാദിത്വം. ആ എക്സിക്യൂട്ടീവ് പവർ അവരുടെ ഈ ലെജിസ്ലേച്ചറിൻ്റെ നിയമനിർമ്മാണ പരിധി വരെ ആപ്ലിക്കബിൾ ആണെന്ന് അർത്ഥം. അതാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം. കാരണം അതാണ് പരിധി. നിയമനിർമ്മാണം നടത്തി പാർലമെൻറ്റ് കൊടുക്കും. എക്സിക്യൂട്ടീവ് ആ നിയമനിർമ്മാണ പരിധി വരെ അവരുടെ നിർവഹണ അധികാരം വിനിയോഗിക്കണം, അല്ലെങ്കിൽ അതുവരെ ഉപയോഗിക്കാവൂ എന്നും വായിച്ചെടുക്കേണ്ടതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 29. The distribution of legislative powers between union and state is governed by article dash of the constitution. അതായത് ലെജിസ്ലേറ്റീവ് പവേഴ്സ് അത് യൂണിയൻ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും പ്രത്യേകമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏത് ആർട്ടിക്കിളിലാണെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 246 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. വാട്ട് ആർ ദ ലിസ്റ്റ് സ്പെസിഫൈഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു വിച്ച് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ക്യാൻ മേക്ക് ലോസ്. അതായത് പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണം നടത്താവുന്ന 3 ലിസ്റ്റുകളെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ലിസ്റ്റിനെയാണ് നമ്മൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഷെഡ്യൂൾ 7 അതിനെക്കുറിച്ച് പറയുന്നത്. 2 ലിസ്റ്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. 3 ലിസ്റ്റ് 3 എന്ന് പറയുന്ന കൺകറൻറ്റ് ലിസ്റ്റാണ്. അതായത് യൂണിയൻ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരുപോലെ അധികാരമുള്ള ലിസ്റ്റാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന 3 ലിസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. ദി കൺട്രോൾ ഓവർ ഫൈനാൻസസ് ഓഫ് ഗവൺമെൻറ് ഈസ് കൺഫൈൻഡ് ടു ഡാഷ് അറ്റ് സെൻറ്റേഴ്സ് ആൻഡ് ഡാഷ് ഇൻ ദ സ്റ്റേറ്റ്സ്. അതായത് സാമ്പത്തിക കാര്യങ്ങളുടെ നിയന്ത്രണം ആരിൽ നിക്ഷിപ്തമാണ് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്? മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് അറ്റ് സെൻറ്റർ. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് എന്നാണ് വിളിക്കുന്നത്. അതേസമയം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കേസിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫൈനാൻസ് ആണ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് അറിയുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ നിർവഹിക്കുന്നത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. The initial responsibility for the administration of each department of government activities is laid upon. അതായത് ഓരോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭരണപരമായ കാര്യങ്ങളിൽ ആർക്കാണ് ഉത്തരവാദിത്വം എന്നാണ്? ഒബ്വിയസ്ലി ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ ആർട്ടിക്കിൾ 292 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ദ യൂണിയൻ ക്യാൻ റേസ് മണി ബൈ ബോറോയിങ് അപ്പോൺ ദ സെക്യൂരിറ്റി ഓഫ് ഡാഷ്. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അതായത് യൂണിയൻ ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിന് മറ്റ് രാജ്യങ്ങളിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ പണം കടമെടുക്കാനുള്ള അധികാരം ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്നാണ്. ദാറ്റ് ഈസ് അണ്ടർ ഏത് ഫണ്ടിൻ്റെ ബലത്തിലാണ് കടമെടുക്കാൻ പറ്റുന്നതെന്നാണ്. ബോറോയിങ് അപ്പോൺ ദ സെക്യൂരിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൻ്റെ ബേസിസിലാണ് കടമെടുക്കാൻ പറ്റുക. അത് ആർട്ടിക്കിൾ 292 പറയുന്നത്. ദെൻ അണ്ടർ ആർട്ടിക്കിൾ 293 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എ സ്റ്റേറ്റ് മേ ബോറോ വിത്തിൻ ഡാഷ്. അതായത് ആർട്ടിക്കിൾ 293 ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പണം കടമെടുക്കാൻ ഉള്ള അധികാരം എവിടെ നിന്നാണ് പറഞ്ഞാൽ ഇന്ത്യൻ ടെറിട്ടറിക്കകത്തുനിന്ന് മാത്രമേ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പണം കടമെടുക്കാൻ സാധിക്കൂ. ഇത് വളരെ കോൺട്രവേഴ്സി ഈ അടുത്ത കാലത്ത് വന്ന ഒരു ആർട്ടിക്കിളാണ്. ദെൻ 35 സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ഈ പ്രതിപാദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് പറയുക. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് മേ ബോറോ വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഫ് ദി ഔട്ട്സ്റ്റാൻഡിംഗ് പാർട്ട് ഓഫ് എ ലോൺ or guarantee for a loan made by Government of India is outstanding. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദം കൂടാതെ പണം കടമെടുക്കാനുള്ള അധികാരമുണ്ടോ, ബോറോ ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഏത് അവസ്ഥയിലാണ്? ഒരു ലോൺ എടുത്തത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഗ്യാരണ്ടി നിന്ന ഒരു തുക പൂർണ്ണമായും അടച്ചു തീർത്തിട്ടില്ല എങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ബോറോ ചെയ്യാനുള്ള അധികാരം ഉണ്ടോയെന്നാണ്
അല്ലെങ്കിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ബട്ട് ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഒരു അധികാരം ഇല്ല എന്നർത്ഥം. ദെൻ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോമൺലി നോൺ ആസ്, അത് നമുക്കറിയാവുന്നതാണ്, ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറയുന്നൊരു വാക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അതിന് പകരം ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് AFS എന്നാണ്. ദെൻ 37 question number 37, the bill introduced after demand for grant for appropriation out of the consolidated fund is dash, when it is passed it becomes dash. അതായത് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ധനാഭ്യർത്ഥന പാസ്സായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ സഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ലുണ്ട്. ദാറ്റ് ഈസ് അപ്രോപ്രിയേഷൻ ബില്ലാണ്. അതായത് ഈ ഡിമാൻഡ് ഫോർ ഗ്രാൻഡിൽ പറയുന്നത് പോലുള്ള തുക ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വീതിച്ച് നൽകണമെന്നുണ്ടെങ്കിൽ അതിന് നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അപ്രോപ്രിയേഷൻ ബിൽ അവതരിപ്പിക്കുകയാണ്. ആ അപ്രോപ്രിയേഷൻ ബിൽ പാസ്സായി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് അപ്രോപ്രിയേഷൻ ആക്ട്. അതുകൊണ്ട് ആദ്യം കൺസോളിഡേറ്റഡ് ഫണ്ട് ഈസ് അപ്രോപ്രിയേഷൻ ബില്ലാണ് അവതരിപ്പിക്കുന്നത്. അപ്രോപ്രിയേഷൻ മീൻസ് അലോട്ട്മെൻറ്റ്. അപ്രോപ്രിയേഷൻ ആക്ട് മീൻസ് ദാറ്റ് ഈസ് ദി ലോ ഫോർ അപ്രോപ്രിയേഷൻ ഓർ അസൈൻമെൻറ്റ് ഓഫ് ഫണ്ട്സ്. ഇനി വാട്ട് ഡസ് ദി ടേം വെയ്സ് ആൻഡ് മീൻസ് റെഫർ ടു? വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ദ ടേം വെയ്സ് ആൻഡ് മീൻസ് റെഫർ ടു മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ദി ഗവൺമെൻറ്റ്സ് ഡെയിലി ക്യാഷ് ബാലൻസ് അറ്റ് എ ലെവൽ സഫിഷ്യൻറ്റ് ടു മീറ്റ് ഇറ്റ്സ് ഡേ ടു ഡേ റിക്വയർമെൻറ്റ്സ്. അതായത് RBIയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടതാണ്. അത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും RBI ആയിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അതിനനുസരിച്ച് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഓരോ ദിവസത്തെയും ബാലൻസ് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അതിൽ നിന്ന് താഴെ പോയാൽ RBI ഉടൻ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വാണിംഗ് കൊടുക്കും. അപ്പോൾ ഒരു നിശ്ചിത തുക എപ്പോഴും ബാലൻസായി നിലനിർത്തുന്ന സംവിധാനത്തിനെയാണ് വെയ്സ് ആൻഡ് മീൻസ് ബാലൻസ് എന്ന് പറയുന്നത്. Then question 39, the state governments obtain from the Reserve Bank the ways and means advances which are repayable within a period not exceeding dash months. അതായത് വെയ്സ് ആൻഡ് മീൻസ് താഴ്ന്നു പോയാൽ എന്ത് ചെയ്യും? ഉടൻ തന്നെ RBIയിൽ നിന്ന് ഒരു കടമെടുക്കാനുള്ള സാധ്യത സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. പക്ഷെ അങ്ങനെ കടമെടുക്കുന്ന തുക ഇറ്റ് ഷുഡ് ബി റീഫണ്ടഡ് വിത്തിൻ 3 months. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. Then question number 40, the process of distribution of funds for the purpose of having sufficient funds at treasuries to meet the demands on them is called dash and is carried out by dash. അതായത് നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടുന്ന ഒരു നിശ്ചിത തുക എപ്പോഴും ട്രഷറികളിൽ ഉണ്ടാവണം. അങ്ങനെ ടു മീറ്റ് ദ ഡിമാൻഡ്സ് ഓൺ ദം ഈസ് കോൾഡ്, അതിനെയാണ് റിസോഴ്സ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വിഭവ സമാഹരണമാണ്. അപ്പോൾ ആ ചെലവുകൾ നിർവഹിക്കാനുള്ള വിഭവം ട്രഷറിയിലുണ്ട്, അല്ലെങ്കിൽ ആ സമ്പത്ത് അല്ലെങ്കിൽ ആ പണം ട്രഷറിയിൽ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട്, ആരാണത് വാച്ച് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദി കറൻസി ഓഫീസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 41, ദി ഓഡിറ്റ് ഓഫ് ദി c&ag ഈസ് കോംപ്രിഹെൻസീവ് ആൻഡ് ഇൻക്ലൂഡ്സ്. അതായത് c&agയുടെ ഓഡിറ്റ് എന്ന് പറയുന്നത് സമഗ്രമായ ഓഡിറ്റാണ്. സമഗ്രമായ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നാണ്. ഇറ്റ് ഈസ് ഇൻക്ലൂസീവ് ഓഫ് റെഗുലാരിറ്റി ഓഡിറ്റ്, പ്രൊപ്പറേറ്റി ഓഡിറ്റ് ആൻഡ് എഫിഷ്യൻസി കം പെർഫോമൻസ് ഓഡിറ്റ്. അപ്പോൾ ഈ 3 ഘടകങ്ങളുണ്ട്. അത് നമ്മൾ ഒരു തവണ അത് വിശദീകരിച്ചാണ്. റെഗുലാരിറ്റി ഓഡിറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച്, പ്രൊപ്പറേറ്റി ഔചിത്യത്തോടുകൂടി, ആൻഡ് എഫിഷ്യൻസി കം പെർഫോമൻസ് ഓഡിറ്റ് 3 E's വെച്ച് ഓഡിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാണ്. ഇതെല്ലാം ഈ ഓഡിറ്റ് ഓഫ് c&ag ഈസ് കോംപ്രിഹെൻസീവ് എന്ന് കാണിക്കുന്ന ഘടകങ്ങളാണ്. ദെൻ ദി കൺട്രോളർ ഓഫ് റിസോഴ്സ് ഓപ്പറേഷൻസ് വെസ്റ്റ് വിത്ത്, അതായത് ഈ റിസോഴ്സ് ഓപ്പറേഷൻസ് ഗവൺമെൻറ്റിനുള്ള ഈ വിഭവ സമാഹരണം എങ്ങനെയാണ് അത് നിയന്ത്രിക്കപ്പെടുന്നത്, ആരിലൂടെയാണെന്നാണ്. ഇറ്റ് ഈസ് RBI ഓർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണത് നിയന്ത്രിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 43, ദ ക്യാഷ് ബാലൻസ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബാലൻസസ് ഇൻ ഇറ്റ്സ് അക്കൗണ്ട് വിത്ത് ഡാഷ് ആൻഡ് ദ ബാലൻസസ് അറ്റ് ഡാഷ്. അതായത് ക്യാഷ് ബാലൻസ്, ഓരോ ഗവൺമെൻറ്റിൻ്റെയും ക്യാഷ് ബാലൻസ് എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നതെന്നാണ്. ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, ഏതൊക്കെ ചേർന്നതാണ് ക്യാഷ് ബാലൻസ്? അത് RBIയുടെ അക്കൗണ്ട് ഉണ്ട്, ദാറ്റ് ഈസ് വിത്ത് RBI ഈസ് ദ ഫസ്റ്റ് ആൻസർ. ആൻഡ് ദ ബാലൻസസ് അറ്റ് ട്രഷറീസ് ആൻഡ് സബ് ട്രഷറീസ്, അവിടെയുള്ള ബാലൻസ് കണക്കാക്കിയിട്ടാണ് ക്യാഷ് ബാലൻസ് ഒരു ഗവൺമെൻറ്റിൻ്റെ ആത്യന്തികമായി നിശ്ചയിക്കപ്പെടുന്നത്. ദെൻ 44, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ഫൈനാൻസ് കമ്മീഷൻ? ഫൈനാൻസ് കമ്മീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഡ്യൂട്ടീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ്.
Finance Commission makes recommendations regarding the distribution of resources between the union and the state and allocation of state share among them, and also regarding the principles which should govern grants under Article 275. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 275. അതനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻസ് കമ്മീഷനാണ് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെയും വിഹിതം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് തരം ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. അത് ഫൈനാൻസ് കമ്മീഷനിലാണ്. അത് ആർട്ടിക്കിൾ 275 പറയുന്നത്. അതിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന അവർക്ക് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്, അതനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിൽ ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പരാതി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 45, പ്രൊഫോമ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ബൈ ദ കൊമേഴ്സ്യൽ അണ്ടർടേക്കിങ്സ് ഓഫ് ഗവൺമെൻറ്റ്സ് implies maintenance of capital, manufacturing, trading and profit and loss accounts and intends to bring out the dash of the undertaking. അത് ഫൈനാൻഷ്യൽ റിസൾട്ട്സ് ഓഫ് ദി അണ്ടർടേക്കിംഗ് ആണ്. അതായത് പ്രൊഫോമ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് കൊമേഴ്സ്യൽ അണ്ടർടേക്കിങ്സ് ആണ്. ഗവൺമെൻറ് കമ്പനികൾ, ഓട്ടോണമസ് ബോഡീസൊക്കെയാണ് കൊമേഴ്സ്യൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. ആ കൊമേഴ്സ്യൽ അക്കൗണ്ട്സിൻ്റെ പാർട്ടാണ് പ്രൊഫോമ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, മാനുഫാക്ചറിങ്, ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. അത് കൊമേഴ്സ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം അറിയാവുന്നവർക്ക് മനസ്സിലാവും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ടു ബ്രിങ് ഔട്ട് ദ ഫൈനാൻഷ്യൽ റിസൾട്ട്സ്. അതായത് ആ ഗവൺമെൻറ് കമ്പനിയുടെ പ്രവർത്തനത്തിൻ്റെ അന്തിമമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഈ പ്രൊഫോമ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ബീയിങ് ഓൺ ഡാഷ് ഈസ് കെപ്റ്റ് ഓൺ ഡാഷ്. ഗവൺമെൻറ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യുവർലി ക്യാഷ് ബേസ്ഡ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. മറ്റേ കൊമേഴ്സ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. ദെൻ ക്വസ്റ്റ്യൻ 47, ഗവൺമെൻറ് അക്കൗണ്ട്സ് ആർ കെപ്റ്റ് ഇൻ 3 പാർട്സ്. 3 പാർട്ടായിട്ടാണ് ഗവൺമെൻറ് അക്കൗണ്ട്സ് വിഭജിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം. കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്സ്. ദെൻ 48, ഇൻ കേസ് ഓഫ് റെസീറ്റ്സ് Treasury checks the challans for its dash, and in the case of payment it checks the bills for dash. അതായത് റെസീറ്റിൻ്റെ കേസിൽ ചെല്ലാൻ ചെക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കറക്റ്റ്നെസ് ഓഫ് ദി ക്ലാസിഫിക്കേഷൻ. ആ ചെല്ലാനിൽ പറയുന്ന ഹെഡ് ഓഫ് അക്കൗണ്ട് ശരിയാണോ എങ്കിലേ കൃത്യമായ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടൂ എന്ന് ഉറപ്പുവരുത്താനാണത്. അതുപോലെ പേയ്മെൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ബില്ല് ചെക്ക് ചെയ്യുന്ന the arithmetical accuracy, correctness of classification, signature of a DDO, drawing and disbursing officer, identification of payee and conformity with the authority. നിയമാനുസൃതമാണോ, അതിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ശരിയാണോ, അത് ക്ലാസിഫിക്കേഷൻ ശരി, ഹെഡ് ഓഫ് അക്കൗണ്ട് ശരിയാണോ, DDO അതിൽ സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ടോ, ഇതെല്ലാം നോക്കുന്നതാണ് ബില്ലിൻ്റെ ചെക്ക് എന്ന് പറയുന്നത്. ദെൻ 49, വാട്ട് ആർ ദി സോഴ്സസ് ഫ്രം വിച്ച് അക്കൗണ്ട്സ് അലോങ് വിത്ത് ദി സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഫ്ലോ ടു ദി അക്കൗണ്ടൻറ്റ് ജനറൽ. അതായത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് C&agക്ക് ഈ അക്കൗണ്ട്സ് ലഭിക്കുന്നത് എന്നർത്ഥം. ഒന്ന് ഡിസ്ട്രിക്ട് ട്രഷറി, ദെൻ PAO എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ട്രഷറിക്ക് തുല്യമായിട്ടുള്ള സംവിധാനമാണ്. ദെൻ PWD, ഫോറസ്റ്റ് ഡിവിഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് ഓഫീസേഴ്സ്. PWDയും ഫോറസ്റ്റും ഒക്കെ അവരുടേതായിട്ടുള്ള അക്കൗണ്ട്സാണ് തയ്യാറാക്കിക്കൊണ്ടിരുന്നതെന്നറിയാം. ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും. ദെൻ ഇൻഡർസ്റ്റേറ്റ് സസ്പെൻസ് അക്കൗണ്ട്സ് ഉണ്ട്, അതിൻ്റെ അക്കൗണ്ട്സ് വരുന്നുണ്ട് ഫ്രം അതർ അക്കൗണ്ടൻറ്റ് ജനറൽസ്. ദെൻ ക്ലിയറൻസ് മെമ്മോ ഫ്രം RBI, അഡ്വൈസിങ് ഗവൺമെൻറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. 2 ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള അക്കൗണ്ട്സ് അയച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്യാരിഡ് ഔട്ട് ഇൻ ദ ഓഫീസസ് ഓഫ് ദി AG, including inter-government adjustments and book transfers. അതായത് ബുക്ക് വഴിയുള്ള ട്രാൻസ്ഫറൊക്കെ നടക്കുന്നുണ്ട് അക്കൗണ്ട്സിനെ കുറിച്ച്. ഇതെല്ലാം കൂടെ ചേർന്നതിനെയാണ് നമ്മൾ വിവിധ സോഴ്സുകളായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ സോഴ്സുകളിൽ നിന്നെല്ലാം വരുന്ന അക്കൗണ്ട്സാണ് C&ag തയ്യാറാക്കുന്നത്. ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ അക്കൗണ്ട് കോഡിൻ്റെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ടാണ് കുറച്ച് സ്പീഡിൽ ആ കാര്യം ഞങ്ങൾ ഓർപ്പിച്ചത്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ അത് മനസ്സിലാക്കാവുന്നതാണ്. ദെൻ വാട്ട് ആർ ട്രാൻസ്ഫർ എൻട്രീസ്? ഇത് വളരെ പ്രധാനമാണ്. എന്താണ് ട്രാൻസ്ഫർ എൻട്രി എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ഫർ എൻട്രീസ് ആർ പ്രിപ്പയർഡ് ടു ട്രാൻസ്ഫർ ആൻ ഐറ്റം ഫ്രം വൺ ഹെഡ് ഓഫ് അക്കൗണ്ട് ടു അനദർ.
അതായത് ഒരു ഹെഡിൽ നിന്ന് മറ്റൊരു ഹെഡിലേക്ക് ഒരു തുകയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ട്രാൻസ്ഫർ എൻട്രി. അത് വേണ്ടി വരുന്ന ഒക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു കറക്റ്റ് ആൻഡ് എറർ ഓഫ് ക്ലാസിഫിക്കേഷൻ. ഒരു തെറ്റായ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തൊരു എമൗണ്ട് കറക്റ്റായിട്ടുള്ള ഒരു ഹെഡിലേക്ക് മാറ്റാൻ ട്രാൻസ്ഫർ എൻട്രി സംവിധാനം വിനിയോഗിക്കും. അഡ്ജസ്റ്റ് ആൻ ഐറ്റം ഔട്ട്സ്റ്റാൻഡിങ് അണ്ടർ DDR ഹെഡ്. DDR ഹെഡ് എന്ന് പറഞ്ഞാൽ ഡെറ്റ് ഡെപ്പോസിറ്റ് റെമിറ്റൻസ് ഹെഡ് എന്നാണ്. ആ ഹെഡിൽ നിന്ന് ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ സംവിധാനം c&ag ക്യാപിറ്റലാണ് ട്രാൻസ്ഫർ എൻട്രി സംവിധാനം ഉപയോഗിക്കും. ദെൻ അഡ്ജസ്റ്റ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസാക്ഷൻസ്. നെക്സ്റ്റ് അഡ്ജസ്റ്റ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസാക്ഷൻസ്. രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാനും ഈ ട്രാൻസ്ഫർ എൻട്രി സംവിധാനം ഉപയോഗിക്കും. ദെൻ 4 അഡ്ജസ്റ്റ് ഐറ്റംസ് പെർട്ടൈനിങ് ടു മോർ ദാൻ 1 ഹെഡ് ബട്ട് ഇനിഷ്യലി ബുക്ക്ഡ് അണ്ടർ 1 ഹെഡ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ കുറേ കളക്ഷൻസ് ഉണ്ട്, അതെല്ലാം കൂടി ഒരു ഹെഡിലേക്കാണ് നമ്മൾ അക്കൗണ്ട് ചെയ്തതെന്നിരിക്കട്ടെ. പക്ഷേ ആക്ച്വലി അത് പല ഹെഡിലേക്ക് പോകേണ്ടതാണെങ്കിൽ അങ്ങനെ അതാത് ഹെഡുകളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയും ഈ ട്രാൻസ്ഫർ എൻട്രി സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടിങ് മെത്തേഡാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 51. ഹൂ പ്രിപ്പയർസ് ദ മന്ത്ലി അക്കൗണ്ട്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഫ്രം വെയർ ഫിഗേഴ്സ് ഓഫ് മന്ത്ലി അക്കൗണ്ട്സ് ആർ ടേക്കൺ? ആരാണ് മന്ത്ലി അക്കൗണ്ട്സ്, ഒരു സ്റ്റേറ്റിൻ്റെ മന്ത്ലി അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്? എവിടെ നിന്നാണ് അദ്ദേഹത്തിന് മന്ത്ലി അക്കൗണ്ട്സ് ലഭിക്കുന്നത്? And it is the accountant general who prepares the monthly accounts, and he prepares it from the consolidated abstract and the abstract of major head totals. അതായത് അക്കൗണ്ടൻറ്റ് ജനറൽ A&T ഈ കൺസോളിഡേറ്റഡ് അബ്സ്ട്രാക്റ്റും അബ്സ്ട്രാക്റ്റ് ഓഫ് മേജർ ഹെഡ്സും തയ്യാറാക്കുന്നുണ്ട്. അതിൽ നിന്നാണ് മന്ത്ലി അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് അവസാനിക്കുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്കിതിൽ ഇടാനുണ്ട്. പരീക്ഷയൊക്കെ അടുത്ത് വരുന്നു. ഉടൻ തന്നെ അത് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അടുത്തതായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് KSRൽ ഒരു പോർഷൻ, നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ചെയ്യാനുള്ളത് ട്രാൻസ്ഫർ ടി ആണ്. ആ ട്രാൻസ്ഫർ ടിയെ നിങ്ങൾ അടുത്ത ആഴ്ച മിക്കവാറും പ്രതീക്ഷിക്കാം. എല്ലാവരും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് അറിയുന്നു. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം എന്നുകൂടി ഒരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം ആ വീഡിയോ എടുത്തിട്ട് എന്നോട് സംശയം ചോദിക്കുകയാണ് ചെയ്യുന്നത്, പൂർണ്ണമായിട്ടും അത് കാണുന്നുണ്ടോ? അതുപോലെ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ദ പേഷ്യൻറ്റ് ഹിയറിംഗ് ആൻഡ് ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു.